പ്രിയപ്പെട്ടവരെ നമസ്കാരം, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ഞാൻ ഇന്ന് മലപ്പുറം ജില്ലയിൽ തന്നെ പെരിന്തൽമണ്ണ എന്ന് പറയുന്നൊരു സ്ഥലം, ആ സ്ഥലത്ത് സംഘടനയുടെ ബൈഠക്കുമായി ബന്ധപ്പെട്ട് ഗൃഹസമ്പർക്കവുമായി ബന്ധപ്പെട്ട് പോയ സമയത്ത് എനിക്ക് അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഏരിയയിൽ ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ കാറ് റൈറ്റ് സൈഡിലേക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റോഡിൻ്റെ ഇടതുവശത്ത് നമ്മുടെ സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് എടുക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കൃത്യമായിട്ടും ഒരുപാട് ദൂരം എനിക്ക് എൻ്റെ മിററിൽ കാണാൻ പറ്റും. അപ്പോൾ വണ്ടികളില്ല എന്നുള്ളത് ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാഹനം വലതുവശത്തേക്ക് പതിയെ പാർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തു. ഈ സമയത്ത് ഒരു ഓട്ടോറിക്ഷക്കാരൻ അതിവേഗതയിൽ പറന്ന് വന്നുകൊണ്ട് എൻ്റെ കാറിൻ്റെ മുൻവശത്ത് ഫ്രണ്ട് വീല്, ഡ്രൈവിംഗ് സീറ്റിൻ്റെ ആ സൈഡിൽ ഫ്രണ്ട് വീലിൽ അവരുടെ ആ വണ്ടിയുടെ ആ ഒരു ബാക്ക് വശം ഇടിച്ചു. മാത്രമല്ല ഫ്രണ്ട് വീലിൻ്റെ മുകളിലുള്ള ആ ബമ്പറിൻ്റെ ആ ക്ലിപ്പുകളൊക്കെ പൊട്ടി, ഹെഡ്ലൈറ്റ് പൊട്ടി. അത്തരത്തിൽ വലിയൊരു അപകടം നടന്നു. എന്തായാലും ദൈവഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല, ശാരീരികമായിട്ട് ക്ഷതമോ ഒന്നും സംഭവിച്ചില്ല. വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ളതാണ്. ഓട്ടോറിക്ഷയ്ക്ക് യാതൊന്നും സംഭവിച്ചില്ല. അവരുടെ ബാക്കിലുള്ള ഭാഗം വന്ന് ഇടിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ വണ്ടിക്ക് ഡാമേജ് വന്നു എന്നേ ഉള്ളൂ. ദൈവം സഹായിച്ച് എന്തായാലും അത് ഇൻഷുറൻസ് കമ്പനി നോക്കിക്കോളും. നമ്മൾക്കതിന് ഒരു രൂപ ചിലവൊന്നുമില്ല. എന്തായാലും ഇതിൽ എനിക്ക് ഇവിടെ പറയാനുള്ളൊരു വിഷയം, നോക്കൂ, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് റോഡുകളിലൊക്കെ നടക്കുന്ന ആക്സിഡൻറ്റുകൾ നടന്നു കഴിഞ്ഞാൽ എതിർ പക്ഷത്ത് ആരാണോ ആ പക്ഷത്ത് മതം നോക്കിക്കൊണ്ട് കൃത്യമായിട്ടും തമ്മാടിത്തരം കാണിക്കുന്നതൊക്കെ നമ്മൾ ഈരാറ്റുപേട്ടയിലും അതല്ലെങ്കിൽ പെരുമ്പാവൂരോ എവിടെയൊക്കെ ഒരു ഭൂരിപക്ഷമായിട്ടുണ്ടോ അവിടങ്ങളിലൊക്കെ നടക്കുന്നത് കൃത്യമായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ നേർസാക്ഷ്യം, നേരനുഭവം എനിക്കുണ്ടായി എന്നുള്ളതാണ്. ഞാൻ ഈ വാഹനം തട്ടിയതോടുകൂടി തന്നെ ഞാൻ വാഹനം സൈഡിലേക്കാക്കി പാർക്ക് ചെയ്തിട്ട് ഞാൻ ഇറങ്ങിച്ചെന്ന്. അദ്ദേഹത്തിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അദ്ദേഹം പാസഞ്ചർ വാഹനം, പ്രൈവറ്റ് വാഹനമാണ് ഓടിക്കുന്നത്. പാസഞ്ചർ ആണ് ആ ഓട്ടോ, അതിൻ്റെ പ്രൈവറ്റ് ആണ്. അദ്ദേഹത്തിന് ഒന്നും പറ്റിയില്ല. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ ചെന്ന് എന്തെങ്കിലും പറ്റുമെന്ന് ചോദിച്ചു. ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഞാൻ നോക്കിയ സമയത്തുണ്ടല്ലോ, അത് കാണേണ്ടത് തന്നെയാണ്. ആ വാഹനത്തിൽ നിറയെ ചിക്കൻ കട്ട് ചെയ്തിട്ട്, കോഴിയെ കൊന്ന് കട്ട് ചെയ്ത് വലിയ ഡ്രമ്മുകളിൽ, 4 വലിയ ഡ്രമ്മുകളിൽ, മിനിമം ഒരു 70-80 കിലോ വരുന്ന വലിയ ഡ്രമ്മുകൾ തന്നെയാണ്. അത് സീറ്റൊക്കെ ഒഴിവാക്കിയിട്ട് ആ സീറ്റിൻ്റെ ഭാഗത്ത് 2 റോകളായിട്ട് മേൽക്ക് മേലെ വെച്ചിട്ട് 2 വെച്ചിട്ട്, നോക്കൂ എത്ര വലിയ വെയിറ്റ് ആണ് ആ കൊണ്ടുവന്നെന്നറിയാമോ. അതുകൊണ്ടാണ് ഇയാൾക്ക് ഈ ഓട്ടോറിക്ഷ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതും. അതുകൊണ്ടാണ് അയാൾ ഞാൻ വളരെ ശ്രദ്ധയോടെ എടുത്ത വാഹനത്തിൻ്റെ വലതുവശത്ത് കൊണ്ടുവന്നിട്ട് ചാർത്തിയിട്ട് പോയതും. എന്തായാലും ദൈവസഹായം കൊണ്ട് മറ്റൊന്നും പറ്റിയില്ല. എന്തായാലും ഞാൻ ആ ദൃശ്യങ്ങളിൽ, എന്നിട്ട് ഞാൻ ഇറങ്ങി സംസാരിച്ചപ്പോഴേക്കും ഇവന്റെ ഉടമ വന്നു, അവിടെ വേറെ ഒരുത്തൻ വന്നു. നോക്കൂ, ഇത് ഓവർലോഡാണ് ഈ വണ്ടിയിൽ കയറ്റിയത്. മാത്രമല്ല പാസഞ്ചർ, യാത്രക്കാർ സഞ്ചരിക്കേണ്ട ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ടുള്ള ലോഡാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. എന്തായാലും ആ ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തു, കാരണം എനിക്കറിയാൽ ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത്. എന്തായാലും അതിന്റെ ആദ്യ ഭാഗം കാണിക്കാം, എന്നിട്ട് ബാക്കി കുറച്ച് ഭാഗങ്ങൾ കൂടി പറയാനുണ്ട്. നോക്കാം. വന്നിട്ട് എടുത്ത സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല കേട്ടോ, എടുക്കാൻ പറ്റില്ല. ആ വണ്ടിയിലുള്ള സാധനമാണിത്. പോലീസ് ഇപ്പൊ വരണം എന്നുണ്ടെങ്കിൽ പോലീസ് വന്നിട്ട്, അല്ല വണ്ടിയല്ല, സാധനം എടുക്കാൻ പറ്റില്ല. ഈ ലോഡ് കയറ്റിയതുകൊണ്ടാണ് ഇമാതിരി ഓട്ടം ഈ വന്ന് ഇടിച്ചിരിക്കണത്. ഈ വണ്ടിയിൽ ഈ സാധനം കയറ്റാൻ പാടുണ്ടോ? ഈ വണ്ടിയിൽ ഈ സാധനം കയറ്റാൻ പാടുണ്ടോ? ആയിക്കോട്ടെ, പോലീസ് നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. ഒന്ന് സ്റ്റേഷൻ നമ്പറിൽ വിളിച്ചേ കേട്ടോ. ഏട്ടാ, സാധനം എടുക്കാൻ പറ്റില്ല. നോക്കൂ, നിങ്ങൾ പോലീസ് വന്നിട്ട് എടുത്താൽ മതി. വണ്ടി തട്ടിയ വണ്ടിയാണ് കേട്ടോ. എനിക്കറിയാം നിങ്ങളത് ഇല്ലീഗൽ ആയതുകൊണ്ട് അത് എടുക്കണേ, നമുക്കറിയാം. പിന്നെ അല്ലാണ്ട് ഇതിൽ യാത്ര കടത്താൻ പറ്റുന്ന സാധനമാണോ ഇത് ഗുഡ്സാ? ഇത് പാസഞ്ചർ അല്ലേ? ഇത് പാസഞ്ചർ ഓട്ടോറിക്ഷയിൽ ലോഡ് കയറ്റാൻ പാടുണ്ടോ? എന്ത് എന്റെ വണ്ടിയിൽ എന്ത് സാധനം? പ്രൈവറ്റ് കാറായാലും പ്രൈവറ്റ് ഓട്ടോറിക്ഷ ആയാലും അതിൽ കയറ്റുന്നതിൽ ലിമിറ്റ് ഇല്ലേ? നിയമല്ലേ ഇതിന്? പോലീസ് ഇവിടെ 5 മിനിറ്റ് കൊണ്ട് വരണ ദൂരല്ലോ. പിന്നെ എന്തിനാ ബേജാറാവണത്? ഈ സാധനത്തോടെ ഇത് എത്ര കിലോ സാധനം? എത്ര കിലോ സാധനമാണിത്? അല്ല, 100 കിലോന്റെ മേലില്ല ഇതില് സാധനം. ഇല്ലേ? ഉണ്ട്. അത് കയറ്റാൻ പാടുണ്ടോ സഹോദര? ഇതിൽ കയറ്റാൻ പാടുണ്ടോ? 100ന്റെ മേലുണ്ട്, 150ന്റെ അടുത്തുണ്ട്. ഇത് എത്ര കിലോന്റെ? ഇത് എത്ര കിലോന്റെ ആണ് നിങ്ങൾ വരാം? 3 ആളെ വെയിറ്റില് സാധനം ആളെയും കയറ്റാൻ മാറ്റല്ലേ കേട്ടോ. സാധനം ആളെയും കയറ്റാൻ മാറ്റല്ലേ. നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. പിടിച്ചിട്ടുണ്ട്. ആർക്കും അറിയും പേടിയൊന്നും ഇല്ല കാക്ക കേട്ടോ. നിങ്ങൾ ആ രീതിയിലൊന്നും സംസാരിക്കണ്ട കേട്ടോ.
നിങ്ങൾ ടയർ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കണത്? നിങ്ങൾ ഞാൻ പകുതി കവർ ചെയ്ത് പോന്നിട്ടാണ് നിങ്ങൾ തട്ടിയിട്ടുള്ളത്. ബ്രേക്ക് നിങ്ങൾ അമ്മാരി ലോഡ് കയറ്റി വരുന്ന വണ്ടി പിന്നെ ബ്രേക്ക് അടിച്ചാൽ കിട്ടും നിങ്ങൾക്ക്. നമ്മള് വണ്ടി ഈ വണ്ടി ലോഡ് കയറ്റി നിങ്ങൾക്ക് ബ്രേക്ക് പിടിച്ചാൽ കിട്ടുമോ? ഇത് കാലി വണ്ടിയാണ്, ബ്രേക്ക് പിടിച്ചാൽ കിട്ടും നിങ്ങൾക്ക്, അല്ലെ കിട്ടുമോ? പിന്നെ വണ്ടി വരുന്നാണ്ട് പിന്നെ എടുക്കാൻ എനിക്ക് പ്രാന്തല്ല. എൻ്റെ വണ്ടി നിങ്ങൾക്ക് മുട്ടിച്ചേരാൻ നിങ്ങൾക്ക് എനിക്ക് പ്രാന്തല്ലേ? ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി, നിങ്ങൾ പോലീസിനെ വിളിക്കണ്ടൊക്കെ വിളിക്ക് കേട്ടോ. വിളിക്കണ്ടോ? പോലീസിനെ വിളിക്കണ്ടോ? ബോസ് നിങ്ങളെ പേരെന്താ? നോക്കൂ, ഇത് പാർട്ട് 1 ഇനി പാർട്ട് 2 ഇവന്റെ ഉള്ളിലുള്ള യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത് എങ്ങനെയാന്നുള്ളത്. നിങ്ങളെ പേരെന്തിക്കാ? നിങ്ങളെ പേരെന്താ? നിങ്ങളെ പേരെന്താ ബോസ്? സഹോദരൻ നിങ്ങളെ പേരല്ലേ ചോദിക്കണത്, അല്ലാണ്ട് വേറൊന്നല്ലല്ലോ. എന്തും പറയും. എന്താ ആരോട് ചിലക്കാണ്ടിരിക്കണത്? ആര് ചിലക്കാണ്ടിരിക്കണത്? എന്ത് മര്യാദക്കല്ലേ ചോദിച്ചാൽ എന്ത് ചിലക്കാണ്ടിരിക്കായി? എന്ത് ചിലക്കാണ്ടിരിക്കായി? പിന്നെന്താ? നിങ്ങൾ പേര് RC ഓണർ ആരാ നമുക്കറിയണം. നിങ്ങളാണോ അതിന്റെ RC ഓണർ? ഞാനവിടെ എത്തിയ സമയത്ത് തന്നെ എൻ്റെ സുഹൃത്തു കൂടി അവിടെ എത്തിയിരുന്നു. എനിക്ക് കാണേണ്ട ആൾ കൂടി എത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം കാവി മുണ്ടും ഒരു കാവി ജുബ്ബയൊക്കെയാണ് ഇട്ടിരുന്നത്. എന്തായാലും അദ്ദേഹം കൂടി എൻ്റെ കൂടെ ജോയിൻ ചെയ്തപ്പോഴേക്ക് ഇവൻ്റെയൊക്കെ ഉള്ളിലുള്ള ആ സാധനം ഇങ്ങനെ പതിയെ പതിയെ പുറത്തിറങ്ങൽ തുടങ്ങി. എന്തായാലും ഈ സംസാരിക്കുന്ന വ്യക്തി മലപ്പുറം ജില്ലക്കാരനല്ല. കാരണം മലപ്പുറം ജില്ലക്കാരൻ്റെ ഭാഷയല്ല ഇങ്ങനെ വരിക. എന്തായാലും ആദം എന്ന് പറയുന്ന ചങ്ങാതിയുടെ ഉടമസ്ഥതയിലാണ് ഈ വണ്ടി എന്നുള്ളത് എനിക്ക് ഇവരുടെ സംസാരത്തിന് മനസ്സിലായി. മറ്റൊന്നും കൊണ്ടുമല്ല, ഞാൻ ഇൻഷുറൻസ് കമ്പനിയിൽ വിളിച്ച് സംസാരിച്ചു, നമ്മുടെ ഷോറൂമിൽ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഫോട്ടോ മാത്രം മതി. അപ്പോൾ ഞാൻ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണോ കേസ് ചാർജ് ചെയ്യണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു നിർബന്ധമില്ല, മറ്റവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തോളൂ, നമുക്ക് അതിനെ കൊണ്ട് നിർബന്ധമൊന്നുമില്ല. അത് ഇൻഷുറൻസ് കമ്പനി തന്നെ GDയിൽ റിപ്പോർട്ട് ചെയ്യും, അവരുടെ രീതിയിൽ തന്നെ ചെയ്യും എന്നുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവരോട്, നിങ്ങൾക്ക് പോലീസ് റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഇവർ പുതിയൊരു വണ്ടി വിളിച്ച് വരുത്തി ആ വണ്ടിയിലേക്ക് പൂർണ്ണമായുള്ള സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടത്. കാരണം പോലീസ് അവിടെ വന്നു കഴിഞ്ഞാൽ പോലീസിന് കേസ് എടുക്കേണ്ടി വരും. 2 രീതിയിൽ കേസ് എടുക്കേണ്ടി വരും. ഒന്ന്, പാസഞ്ചർക്ക് മാത്രം യാത്ര ചെയ്യാൻ പറ്റുന്ന പ്രൈവറ്റ് വാഹനം, അതിലിങ്ങനെ സാധനം കയറ്റി കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് നമ്മൾക്കറിയാം. ഇവരെന്താണ് ഈ ചെയ്യുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്നതാണ്. പക്ഷേ ഇവിടെ ഭരിക്കുന്നത് ഞമ്മനാണ്, ഞമ്മൻ്റെ നാടാണ്, ഞമ്മൻ്റെ ജില്ലയാണ്. ഞമ്മൻ്റെ ഈ ജില്ലയിൽ ഞമ്മക്ക് നിയമം ഞമ്മൻ പറയുന്നതാണ്. ആ രീതിയിലുള്ള സംഭാഷണവും ആ രീതിയിലുള്ള പ്രതികരണമൊക്കെയാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. അപ്പോൾ ഇത് ജനങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ നാട്ടിൽ നോക്കൂ, ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷയിൽ ഏതെങ്കിലും ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ, ഇവിടെ മതം തിരിച്ച് പറയുക തന്നെ ചെയ്യാണ്. ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഇത്തരത്തിൽ ചെറിയ എന്തെങ്കിലും കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടുത്തെ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിഭാഗമായിട്ടുള്ള അവരാണെങ്കിലും ഇനി പോലീസ് സംവിധാനമാണെങ്കിലും ആ പാവം പിടിച്ച ആളുകളെയൊക്കെ ഏത് രീതിയിൽ ഫൈൻ അടിക്കുമെന്നൊക്കെ നമ്മൾക്കറിയാം. ഇനി ഇതിൽ ഏറ്റവും വലിയ രസം എന്തെന്നറിയാമോ? ഇവർ പോലീസിനെ വിളിക്കുന്നില്ല, ഇവർക്ക് പരാതിയില്ല. അപ്പം ഞാൻ പോലീസിനെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 2 കൂട്ടരും ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഞാൻ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവരോടും പറഞ്ഞു. അപ്പം ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ എൻ്റെ വണ്ടിയുടെ മുമ്പിൽ കയറി നിന്നിട്ട് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഞാൻ പോലീസിലേക്ക് വീണ്ടും വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്. എന്നിട്ട് ഞാൻ ഫോൺ ഇദ്ദേഹത്തിന് കൊടുത്തു. ഇദ്ദേഹത്തിന് കൊടുത്ത സമയത്ത് ഇദ്ദേഹം സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ഞാനിത് കേട്ടത്. ഇത് ആദമിൻ്റെ വണ്ടിയാണ് എന്ന് വളരെ സീക്രട്ടായിട്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആദം എന്ന് പറയുന്നത് അത്യാവശ്യം പിടിപാടും കുന്തൊക്കെ ഉള്ളതാണെന്നുള്ളത്. പിന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ച സുതാര്യമായതുകൊണ്ട് ഇവൻ നോക്കിയപ്പോൾ കൃത്യമായിട്ട് ഇവൻ എന്തൊക്കെ ഫീൽ ചെയ്തു. നമ്മൾ സംഘടനാ പ്രവർത്തകനാണെന്നോ അതല്ലെങ്കിൽ ചാനൽ പ്രവർത്തകനാണെന്നോ എന്തൊക്കെ ഫീൽ ചെയ്തു. എന്തായാലും ഇതിൻ്റെ ഒരുത്തൻ മുങ്ങിപ്പോയി, തർക്കിക്കുന്ന ആൾ പെട്ടെന്ന് മുങ്ങി. അവൻ ആ വാഹനത്തിൽ സാധനവുമായിട്ട് മുങ്ങി. മറ്റവൻ അങ്ങനെ അവിടെ തത്തിപ്പിടിച്ച് നിന്നു. അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു ആശുപത്രി കേസുണ്ട്, അർജൻറ്റായിട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ഇവർ സ്റ്റേഷനിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേഷനിൽ അവർ പറഞ്ഞു ശരി നിങ്ങളുടെ പേരും അഡ്രസ്സും പറയും, മൊബൈൽ നമ്പർ പറഞ്ഞു, വണ്ടിയുടെ നമ്പർ പറഞ്ഞു കൊടുത്തു. പിന്നെ ആ ഓട്ടോറിക്ഷയുടെ രജിസ്റ്റർ നമ്പറും പറഞ്ഞു കൊടുത്തു, വണ്ടി നമ്പർ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം എൻ്റെ അടുത്ത് അവർ പോയിക്കോളൂ എന്ന് പറഞ്ഞു, എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ വിളിക്കാനും പറഞ്ഞു. അങ്ങനെ ഞാൻ പോന്നു. നോക്കും നമ്മുടെ റോഡുകളിൽ നടക്കുന്നത് ഇതൊക്കെയാണ്. പിന്നെ ഞാൻ ഒട്ടും കുറഞ്ഞു കൊടുത്തിട്ടില്ല. കാരണം എനിക്ക് ഇവറ്റകളെയൊക്കെ ഡീല് ചെയ്തിട്ട് അത്യാവശ്യം നല്ല ശീലമുണ്ട്. അത് ഏത് രീതിയിലും
ഡീൽ ചെയ്യാൻ എനിക്ക് കഴിവുമുണ്ട്. അവൻ ചിറച്ച് വന്നു കഴിഞ്ഞാൽ തിരിച്ച് ചിറച്ചുകൊണ്ട് തന്നെ, അതല്ലെങ്കിൽ അവൻ ഏത് മൂഡിലാണോ ആ മൂഡിൽ തന്നെ നമുക്ക് അങ്ങോട്ട് സംസാരിക്കാനും, അവൻ എന്ത് ചെയ്യുന്നോ വല്ലതും ചെയ്താൽ കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കാനുള്ള അത്യാവശ്യം ഗട്ട്സും അത്യാവശ്യം കഴിവുമുണ്ട്. പിന്നെ ഒളിച്ചു നിന്നിട്ടും പാത്തിട്ടും അതല്ലെങ്കിൽ പിന്നിലൂടെ വന്നിട്ടൊക്കെ ഇവറ്റകൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ. നേർക്ക് നേരെ വന്നാൽ ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണത്തിനൊക്കെ, അത്യാവശ്യം മൂന്നെണ്ണത്തിനൊക്കെ സെറ്റപ്പ് ആക്കാനുള്ള കാര്യങ്ങൾ നമുക്കും അറിയാം. ആ ഒരു ധൈര്യത്തിലും നട്ടലിലും തന്നെയാണ് ഞാൻ അവൻ്റെ ആ ദുന്മ്, അവൻ്റെ ആ അഹങ്കാരത്തോടുള്ള സംസാരം കേട്ടല്ലോ, ആ സംസാരത്തിന് മറുപടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അല്ലാതെ ഇവനൊക്കെ കണ്ണുരുട്ടുമ്പോഴേക്കും പേടിച്ചോടാൻ ഇത് 1921 കാലഘട്ടം, ഇത് 2026 കാലഘട്ടം. ഇവിടെ ഹിന്ദുവിനും തുല്യമായ അവകാശത്തോടെ ധൈര്യത്തോടെ തൻ്റെ ഇടത്തോടു കൂടി ഏതൊരു ജിഹാദി വന്നു കഴിഞ്ഞാലും അതേടാ ഞാൻ ഹിന്ദുവാടാ, ഞാൻ എൻ്റെ ഐഡന്റിറ്റി വ്യക്തമാക്കിക്കൊണ്ട് തന്നെ, നീ ഒന്ന് പറഞ്ഞാൽ 2 എണ്ണം തിരിച്ചെനിക്ക് പറയാൻ പറ്റുമടാ, നീ ഒന്ന് തന്നാൽ 100 എണ്ണം തിരിച്ചെനിക്ക് തരാനുള്ള നട്ടലുണ്ടടാ, ധൈര്യമുണ്ടടാ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ നാട്ടിൽ ഇതൊക്കെയാണ് നിയമം, ഇതൊക്കെയാണ് ഒരു പാസഞ്ചർ ഓട്ടോറിക്ഷയിൽ കൊണ്ട് നടക്കുന്നത്. എന്നിട്ട് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ സമയത്ത് സ്റ്റേഷനിൽ നിന്ന് ആദമാണെന്ന് പറഞ്ഞപ്പോഴേക്കും ആദത്തിൻ്റെ ആ രഹസ്യമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ ഞാൻ കേട്ടു. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ ഇവർ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ സംഭവിക്കുന്നതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് നിങ്ങൾക്ക് മുൻപിൽ ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഇത് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ രീതിയിൽ ഇത്തരത്തിലെ ഒട്ടേറെ കാര്യങ്ങൾ നേരിട്ട് കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ ഇതൊക്കെ ചീള് കേസാണ്. എന്നാലും ഈ ചീള് കേസ് ജനങ്ങൾക്ക് മുൻപിൽ അറിയേണ്ടതുണ്ട്, ജനങ്ങൾ അറിയേണ്ടതുണ്ട്. ഇവൻ്റെയൊക്കെ ദുന്മ്, ഇവനൊക്കെ സംസാരിക്കുന്നത് കേട്ടില്ലേ, ഇടിച്ച വാഹനത്തിൽ നിന്നും സാധനങ്ങൾ പോലീസ് വരുന്നതിന് മുൻപ് മാറ്റി രക്ഷപ്പെടുത്തുന്നത് കണ്ടില്ലേ. ഒരു പാസഞ്ചർ പ്രൈവറ്റ് ഓട്ടോറിക്ഷയിൽ കയറ്റാൻ പറ്റാത്ത സാധനങ്ങളാണ് അത്, ഇത്രയും വെയിറ്റോട് കൂടിയിട്ട്. അതുകൊണ്ടാണ് അയാൾക്ക് ആ ഓട്ടോറിക്ഷ കൺട്രോൾ ചെയ്യാൻ പറ്റാഞ്ഞത്. എന്നിട്ട് എൻ്റെ ദേഹത്തോട്ട് ചാരാൻ വന്നു, ചാരിയപ്പം ഞാൻ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. എന്തായാലും അവൻ തല്ലാനും കൊല്ലാനും ഇറങ്ങുന്ന രീതിയിൽ തന്നെ ഇറങ്ങിക്കഴിഞ്ഞാലും അതേ രീതിയിൽ തന്നെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ധൈര്യം ഓരോ ഹിന്ദുക്കൾക്കും വേണം. ആ ഹിന്ദുക്കളുടെ ആ ധൈര്യം ഊട്ടി ഉറപ്പിക്കാൻ തന്നെയാണ് ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഇതേപോലെ തന്നെ ഡീൽ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മുൻപിൽ കാണിച്ചു തരാൻ വേണ്ടി തന്നെ എൻ്റെ ജീവിതമാണ്, എൻ്റെ പ്രവൃത്തിയാണ്, എൻ്റെ പ്രവർത്തനമാണ്, എൻ്റെ പ്രതിഷേധമാണ്, എൻ്റെ പ്രതികരണമാണ് നിങ്ങൾക്ക് മുൻപിൽ വെക്കാനുള്ള ഉദാഹരണം എന്നുള്ളത് പച്ചയ്ക്ക് തുറന്നു കാട്ടാൻ വേണ്ടിയാണ് ഈ വീഡിയോ. കാരണം നിയമത്തിൻ്റെ വശങ്ങളിലൂടെ നിയമമൊന്നും ഇവന്മാരെ ഒന്നും ചെയ്യില്ല എന്ന് നമ്മൾക്കറിയാം. പക്ഷേ ജനകീയ കോടതിയിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത്തരം വിചാരങ്ങളും വികാരങ്ങളും കയറി വരണം. ഇത്തരത്തിൽ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മളും കൃത്യമായിട്ട് പ്രതികരിക്കണം, പ്രതിഷേധിക്കണം. ഭയന്ന് ഓടേണ്ടവരല്ല. കുനിഞ്ഞ് നിങ്ങളൊരു കല്ലെടുത്ത് നോക്കൂ, ഓടുന്നത് ആ ജിഹാദികളായിരിക്കും. കുനിഞ്ഞ് നിങ്ങൾ കല്ലെടുക്കാറില്ലേ തെരുവ് പട്ടികൾ നമ്മളെ കടിക്കാൻ വരുമ്പോൾ? കുനിഞ്ഞ് നിങ്ങൾ കല്ലെടുക്കാനോ അല്ലെങ്കിൽ വടിയെടുത്ത് വീശാനോ ശ്രമിച്ചു നോക്കൂ, ആ തെരുവ് പട്ടികൾ നിങ്ങളെ കടിക്കാതെ നിങ്ങളെ ഭയന്ന് തിരിച്ചോടും. ആ തിരിച്ചോടുന്ന കാലഘട്ടത്തിലേക്ക് ഹിന്ദുവിൻ്റെ ആ സ്വാഭിമാന ക്രൗര്യമുണ്ടല്ലോ, ധൈര്യമുണ്ടല്ലോ, തൻ്റെ ഇടമുണ്ടല്ലോ, അതേടാ ഞാൻ ഹിന്ദുവാടാ എന്ന അഭിമാനമുണ്ടല്ലോ, അത് കൃത്യമായിട്ട് നമ്മൾ പ്രകടിപ്പിക്കേണ്ട കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ പ്രകടിപ്പിച്ച് തന്നെ മുന്നോട്ട് പോകണം. ആ പ്രകടിപ്പിക്കാനുള്ള വലിയൊരു പ്രചോദനമാവട്ടെ ഈ വീഡിയോ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.